ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെയായിരുന്നു ഒരു വീഡിയോ ചെയ്തത്. നമ്മുടെ പേളി മെറീന വിഷയത്തെക്കുറിച്ചിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് അപ്പോൾ ഇന്നലെയാകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരുടെ ഭാഗത്തെയും കാര്യം അറിയില്ല. അപ്പോൾ നമ്മൾ അന്നേരം തന്നെ പറഞ്ഞിനായിരുന്നു പേളി ഒരു വീഡിയോ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ പേളി വീഡിയോ അല്ല ചെയ്തത്, ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിൽ ഞങ്ങൾ രണ്ടാളെ ഭാഗത്തും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. കാരണം അതുകൊണ്ട് സത്യം അറിയാതെ നമുക്ക് രണ്ടാളുടെ ഭാഗവും പറയാൻ കഴിയില്ല. ഇനിയപ്പോൾ നമുക്കെന്നാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയറായി. പേളി ഇട്ട പോസ്റ്റിൻ്റെ അകത്ത് പേളി പറയുന്നുണ്ടായിരുന്നു, പേളി മെറീനേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെറീന ഫോൺ എടുത്തിട്ടില്ല. പിന്നെ മെസ്സേജ് ഇട്ടു എന്ന് പറയുന്നുണ്ട്, അതിനൊന്നും റിപ്ലൈ ഉണ്ടായില്ല. അപ്പോൾ പേളിയുടെ പോസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കുന്നതാണ്. അതിൻ്റെ അകത്ത് പറയുന്നത് എന്ന് വെച്ചാൽ ആ മെറീന പറഞ്ഞ വ്യക്തി പേളി തന്നെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ പോസ്റ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, പോസ്റ്റ് ഇടേണ്ട കാരണം തന്നെയെന്ന് വെച്ചാൽ, മെറീന ഫോണ് വിളിച്ചിട്ട് പേളിയോട് കറക്റ്റ് ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെ ഒന്ന് ഫോൺ കട്ട് ചെയ്തത്. അതുകൊണ്ടാണ് പേളി ഈ പോസ്റ്റ് നമുക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി പറ്റി എന്താണ് സംഭവിച്ചത് ഇവരുടെ ഇടയിലെന്ന്. അതായത് പേളി നമ്മൾ ഈ ടമാർ പടാർ ആങ്കർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു പേളിക്കൊരു വിഷയം വന്നു. അതായത് ചാനലിൻ്റെ പേയ്മെൻറ്റ് വിഷയമായിട്ട് ഒരു വിഷയം വന്നു. അതോടെ അവരോട് ചോദിച്ചപ്പോൾ പേയ്മെൻറ്റ് തരാൻ പറ്റില്ല എന്ന് ചാനലുകാർ പറഞ്ഞത് കൊണ്ട് തന്നെ പേളി ആ ഷോ വിട്ട് പോവുകയാണ് ചെയ്തത്. അത് സംഭവിച്ചത് ഈ 2017 ഈ എബി ഒക്കെ ഷൂട്ട് ചെയ്ത സമയം എന്ന് പറയുന്ന ഈ സമയത്താണ്. റിലീസ് ചെയ്ത സമയം എന്ന് പറയുന്ന ഈ സമയത്തായിരുന്നു. അപ്പോൾ ഈ ചാനൽ വിട്ട് ഒഴിയുകയും പിന്നെ കുറച്ച് ആങ്കറെ കിട്ടാൻ കുറച്ച് കാലതാമസം എടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആങ്കർ കിട്ടാൻ വേണ്ടി കുറച്ച് കാലതാമസം എടുത്ത ടൈമാണ് ഈ മെറീനയുടെ ഷോക്ക് ഒരു ആങ്കർ കിട്ടാത്ത ടൈം ഈ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരുന്നു അവളുടെ ഷോ. അതാണ് ഈ മെറീന പറഞ്ഞുകൊണ്ടിരുന്നത്, വിളിച്ചു വരുത്തിയിട്ട് പിന്നെയും ഇത് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, ടമാർ പടാർ ആയിരുന്നു ആദ്യം. അത് സ്റ്റാർ മാജിക് എന്നുള്ള പേരിൽ വന്നതാണ്. അതിൻ്റെ അകത്ത് ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുവരെയായിട്ട് ഒരു ഗസ്റ്റ് വന്നിട്ടില്ല. കാരണം ഞാൻ ആ ടമാർ പടാർ മുതൽ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ സ്റ്റാർ മാജിക്കിൻ്റെ വരെ കണ്ടു, അതിൽ ഗസ്റ്റായിട്ട് വരുന്നു എന്നാണ് പറയുന്നത്. ഇൻ്റർവ്യൂവിന് എടുക്കാൻ താല്പര്യമില്ല എന്നൊന്നും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പറയാൻ പറ്റില്ല. അത് ഇന്നലെ പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ അകത്ത് ഗസ്റ്റായിട്ട് വിളിക്കും. പിന്നെ ആ പരിപാടിയിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ കോമഡി പരിപാടിയാണ്. അതിൻ്റെ അകത്ത് ഗെയിംസാണ് മെയിനായിട്ട്. ഗെയിംസും പിന്നെ സ്കിറ്റും അതാണ്. അതിൻ്റെ അകത്ത് എവിടെ ഇൻ്റർവ്യൂ വരുന്നുണ്ടെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ പേളി അതിൻ്റെ അകത്ത് ആകെ ഒരു 3-4 എപ്പിസോഡ് മാത്രമേ പേളി ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷമാണ് ലക്ഷ്മി നക്ഷത്ര വന്നത്. ഈ ലക്ഷ്മി നക്ഷത്രയെ ആങ്കറായിട്ട് കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. അങ്ങനെയാണ് ലക്ഷ്മി നക്ഷത്രയാണ് മെറീനയെ പിന്നെ ആങ്കർ ചെയ്യുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ പേളി മണീൻ്റെ ഒരു കുറ്റായിട്ടല്ല ഇത് എടുക്കേണ്ടത്. ഇതിൽ തന്നെ ചാനലുകാരുടെ ഒരു ഫേക്ക്നെസ് ഉണ്ട്. ചാനലുകാരുടെ കുറ്റം പേളി മണിയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ഇപ്പം നമ്മൾ ചെയ്തത്. അത് അവർ കെട്ടിവെച്ചത് പോരായിട്ട് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്നത് പേളി മണിയെ വിമർശിക്കുന്ന കുറച്ച് വീഡിയോസാണ്. അതുകൊണ്ട് തന്നെ പേളി മണിയുടെ ഈ പോസ്റ്റ് എല്ലാവരിലും എത്തിയത് കൊണ്ട് തന്നെ സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റി. പക്ഷേ ഈ മെറീന പേളി മണി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കോൾ കട്ട് ചെയ്തത് എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് അതിൻ്റെ കാര്യം എന്നത് ഞങ്ങൾ ഇന്നലത്തെ വീഡിയോ തന്നെ പറഞ്ഞിനായിരുന്നു, പേളി എന്തെങ്കിലും ഇതിനൊരു മറുപടിയായിട്ട് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പേളിനോട് ഫസ്റ്റ് തന്നെ ഒരു നല്ലൊരു താങ്ക് യു പറയുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നമുക്ക് സത്യം മനസ്സിലായത്. കാരണം ഞങ്ങൾ പേളിൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നത്, ഞങ്ങൾക്ക് പേളിയുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പേളി നല്ല ഇഷ്ടമാണ്. അപ്പോൾ പേളി അത് ഇപ്പോൾ ആ കാര്യം ക്ലിയർ ചെയ്തുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പേളിയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത്. കാരണം ചാനലുകാരായിരുന്നു അതിൻ്റെ അകത്ത് തെറ്റ് ചെയ്തത്. കാരണം പേളിക്ക് പേയ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ടാണല്ലോ അതിൻ്റെ അകത്ത് നിന്ന് പോയത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മെറീനനെ വിളിച്ചു. മെറീനയാണെങ്കിൽ കോൾ എടുത്തതുമില്ല. അപ്പോൾ പേളിയുടെ ഭാഗത്ത് ഇപ്പോൾ 100% ശരിയാണ്. പിന്നെ ഈ ചാനലുകാർ ഈ കാര്യങ്ങൾ ഫുൾ തുറന്ന് പറഞ്ഞതാണ്. അതായത് മെറീനയോട് ഞങ്ങൾക്ക് ഒരു ആങ്കറെ പേയ്മെൻറ്റ് വിഷയം കൊണ്ട് പേളി പോയിട്ട് ഞങ്ങൾക്കൊരു ആങ്കറെ കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഇങ്ങനെ ലേറ്റ് ആയതെന്നുള്ള കാര്യം മെറീനയോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കില്ലായിരുന്നു. കാരണം അവരത് മറച്ച് വെച്ച് പേളി
അതായത് പേളി മെറീനയായിട്ടുള്ള തെറ്റ് ചെയ്തു. പേളി മെറീനയായിട്ട് ഇൻ്റർവ്യൂവിന് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു എന്നുള്ള ലെവലാണ് ഈ ചാനലിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞിട്ടുള്ളത് മെറീനയോട്. അതാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. അല്ലാതെ പേളി മണി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഷോസ് ആയാലും വീഡിയോസ് ആയാലും അവാർഡ് ഫങ്ഷൻസ് ആയാലും പേളി എല്ലാവരോടും പെരുമാറുന്ന രീതിയും എല്ലാം നല്ലതാണ്. അതുകൊണ്ട് തന്നെ പേളി മണിയെ സംശയിക്കാൻ 1% പോലും നമുക്ക് കഴിയില്ല. പിന്നെ പേളി ആ ചാനലിൽ നിന്ന് പോയതുകൊണ്ടുള്ള ചിലപ്പോൾ പേളിയോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞത്. കാരണം പേളി D4 ഡാൻസൊക്കെ ആ പ്രോഗ്രാമൊക്കെ ചെയ്ത് നല്ല കത്തി നിൽക്കുന്ന ടൈമായിട്ടാണ്, ആ ടൈമിലാണ് ഇതിൻ്റെ അകത്ത് ആങ്കറായിട്ട് വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പോകുമ്പോൾ അവർ ചിലപ്പോൾ ആ ഒരു കാരണം കൊണ്ടായിരിക്കും മെറീനയോട് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ മെറീന പേളിയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവർ തമ്മിൽ ചില ആൾക്കാരൊക്കെ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ടാണ് ഞാൻ പേളിയുടെ റിസപ്ഷൻ വീഡിയോ എടുത്ത് നോക്കിയായിരുന്നു. അതിൻ്റെ അകത്ത് ഈ മെറീന പങ്കെടുത്തിട്ടുണ്ട്. മെറീന സ്വാസികയുടെ കൂടെയുള്ള ഒരു വീഡിയോ ഒരു യൂട്യൂബർ അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ റിസപ്ഷൻ വീഡിയോയിൽ നോക്കിയത്. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോയും കൂടി ഇതിൻ്റെ അകത്ത് വയ്ക്കാം. മെറീന ആ പേളിയുടെ റിസപ്ഷൻ വീഡിയോയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും ഇവർ തമ്മിൽ പേഴ്സണലായിട്ട് ഒരു ഇഷ്യൂ ഇല്ലയെന്ന്. അപ്പോൾ ഈ പേളി ആ കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറീനനെ വിളിച്ചത്. മെറീന ആ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇനി ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് മെറീനയും കൊടുക്കേണ്ടതാണ്. കോൾ അറ്റൻഡ് ചെയ്തായിരുന്നു. പക്ഷേ പേളി ചോദിച്ചു ഞാനാണോ നീ ഉദ്ദേശിച്ച ആളെന്ന് ചോദിച്ചപ്പോൾ മെറീന പറഞ്ഞു അതെ നീ തന്നെയാണ് ആളെന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാകാനുള്ള സാഹചര്യം പേളി പറയാൻ തുടങ്ങുമ്പോഴേക്കും മെറീന കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനുള്ള ഒരു മറുപടി കൂടി മെറീന ഇത് ഒന്ന് ചെയ്യേണ്ടതായിരിക്കും എന്നാണ് എനിക്കൊരു അഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായമാണ്. കാരണം ഞങ്ങൾ ഇന്നലെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തിനേലും ഒരു കാരണമില്ലാതെ അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ ആ കാരണമാണ് പേളി ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. പേയ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ടാണ്, ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ചെയ്യില്ല എന്ന് പറഞ്ഞത്. പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതിൽ പേളിയാണെങ്കിൽ മാത്രമല്ല ആരാണെങ്കിലും പറയുന്ന ഏത് പുതിയ ആങ്കറായാലും ഈ പറയുന്ന മെറീനയാണ് ഹോസ്റ്റെങ്കിൽ മെറീനക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും മെറീനി തന്നെയാണ് ചെയ്യുക. അതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് സാലറി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിനി തുടർന്ന് എന്തായാലും ജോലി ചെയ്യില്ലല്ലോ. അപ്പോൾ പേളി ചെയ്തതിൽ അതിലൊരു തെറ്റുമില്ല. പേളീൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ പേളിക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. പേളിക്ക് പേയ്മെൻറ്റ് കിട്ടാണ്ടിരിക്കുമ്പോൾ പേളീൻ്റെ പേഴ്സണൽ കാര്യമാകുമ്പോൾ പേളിക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അത് പിന്നെ വേറൊരു ആങ്കറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാനലുകാരുടെ ഇൻ്റർവ്യൂ അല്ല, അതൊരു തരം താഴ്ന്ന ഈ പ്രവൃത്തിയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അപ്പോൾ ഈ ചാനലുകാരുടെ ഈ തെറ്റുകൾ ഒരിക്കലും പേളിയുടെ തലയിൽ കെട്ടിവെക്കരുത് ആരും. ഞങ്ങൾ ഇന്നലത്തെ വീഡിയോയിലും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരേ ഒരു വീഡിയോ എന്ന് വെച്ചാൽ പേളിയുടെ വീഡിയോ ഞാനൊന്നും സ്കിപ്പ് ചെയ്യാറേ ഇല്ല. കാരണം അത് തീർന്ന് പോയല്ലോ എന്നുള്ളൊരു വിഷമമാണ്. കാരണം അത്രയും നമ്മളെ ആ വീഡിയോയിലൂടെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഒരു പരിപാടിൻ്റെ അകത്ത് നമ്മുടെ പൂർണിമ ചേച്ചിനോട് ചോദിക്കുന്നുണ്ട് പേളിയെ എന്തുകൊണ്ടാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി പറയുന്നത് പേളി ഇപ്പോൾ ഉള്ള പോലെ തന്നെയാണ് പുറത്തും. അതായത് ഒരേ സ്വഭാവം തന്നെയാണ് ഇവിടെ. അല്ലാണ്ട് ഷോക്ക് വേണ്ടി മാത്രം കളിക്കുന്നതല്ല. കാരണം ഇതേ സ്വഭാവം തന്നെയാണ് പേളി പുറത്തും. അതാണ് എനിക്ക് ആ പേളിനോട് ഇഷ്ടമുള്ള കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം എന്തായാലും മനസ്സിലായി. കാരണം പേളി നമ്മുടെ ഈ വീഡിയോസിലും ഒക്കെ കാണുന്ന പേളി തന്നെയാണ്. പിന്നെ എല്ലാവർക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം മെറീനയാണ് പറയേണ്ടത്. കാരണം പേളിയുടെ ഭാഗം പേളി ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാരണം മെറീനയെ വിളിച്ചു, കാര്യം പറഞ്ഞപ്പോൾ മുഴുവനായിട്ട് കേൾക്കാതെ കോൾ കട്ട് ചെയ്തു. അപ്പോൾ അത് മെറീനേൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ്. പേളിയുടെ ഭാഗം മുഴുവനായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇന്ന കാരണത്താലാണ് അന്ന് ഞാനത് ചെയ്യാഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ആരും പേളിയെ കുറ്റം പറയരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം സത്യം ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഈ വിഷയം അധികം നെഗറ്റീവ് ആക്കാതെ എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാവരും ഈ പേളിയെ ഇഷ്ടമുള്ളവർ തന്നെ ഈ വീഡിയോ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും പേളിയെ വിമർശിച്ച് പറയുന്ന ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരുടെ ഇടയിൽ പേളിയെ ഇഷ്ടപ്പെടുന്ന ആരാധകരുടെ ഇടയിൽ തന്നെ പേളി അങ്ങനെ ചെയ്യുമോ എന്നുള്ള ഒരു ഇതുണ്ടാവും. അതുപോലെ തന്നെ ഒരു സംഭവം നമുക്കും ഉണ്ടായിരുന്നു ഇന്നലെ ഈ വീഡിയോ കണ്ടപ്പോൾ പേളി ആയിരിക്കില്ല അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. പേളിയെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പേളിയെ കാണുന്നുണ്ട്, ഷോസിലും കാണുന്ന അതേപോലെ തന്നെ പേളി പുറമേ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പേളി ഷോസിൽ ഒരു ഓവർ ആക്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യമുള്ളതായി നമുക്ക് തോന്നിയിട്ടില്ല. എപ്പോഴും പേളി ഒരുപോലെ തന്നെയാണ് എല്ലാവരോടും. അതുകൊണ്ട് തന്നെ
പേളി ആയിരിക്കില്ല എന്ന് ഞങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ പേളിയോട് ഒരു പോസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ റിയാക്ഷൻ വീഡിയോ ഇടാൻ പറഞ്ഞത്. അതുപോലെ തന്നെ പേളി ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു. അതുകൊണ്ട് തന്നെ നമുക്ക് സത്യാവസ്ഥ മനസ്സിലായി. ഇനി പറയേണ്ടത് മെറീനയാണ്. മെറീന എന്തിന് കോൾ കട്ട് ചെയ്തു? ഞങ്ങൾക്കായാലും ഞങ്ങൾക്ക് ഇനി മൊത്തത്തിൽ എല്ലാവരോടും പറയാനുള്ളത്, കാര്യം അറിയാതെ നമ്മൾ ആരെയും ഒന്നും പറയാൻ പാടില്ല. കാരണം ഇപ്പം കുറച്ച് നേരത്തേക്കെങ്കിലും, അതായത് ഒരു 2 ദിവസത്തേക്കെങ്കിലും കുറച്ച് പേരെങ്കിലും പേളിയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഞങ്ങൾക്കത് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റിയാക്ഷൻ വീഡിയോ പോലെയായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് പേളി ഒരു വീഡിയോ ചെയ്യണം, കാരണം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആവും എന്നാണ് പറഞ്ഞത്. എന്ത് തന്നെയായാലും പേളി ആ പോസ്റ്റ് ഇട്ടതിൽ വളരെ നന്ദിയുണ്ട്. ആ പോസ്റ്റ് നമ്മൾ എന്തായാലും ഇതിൽ വെക്കുന്നത്, പോസ്റ്റ് ഞങ്ങൾ എന്തായാലും വെക്കുന്നുണ്ട്. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കാര്യം അറിയാതെ ആരെയും ഒന്നും പറയരുത്. തെളിവുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. ഇപ്പോൾ ഇന്നലെ വരെ ആ പേളി അത് പോസ്റ്റ് ഇടുന്നതിന് മുന്നേ എന്തായാലും പകുതി, കുറച്ച് പേര് എന്നല്ല കുറേ പേരെങ്കിലും ആ പേളി അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് തന്നെ തനി സ്വരൂപം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ കുറേ പിന്നെ പേളിയെ ആകെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് രാജ് ടോക്സ് എന്ന് പറഞ്ഞ ഒരു വ്ളോഗറാണ്. അയാൾ മാത്രമാണ് ഇന്നലെ പേളിയെ അല്ല, വേറെ ഒരു ചാനലിലുള്ള കുറേ പേര് സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ചേട്ടൻ്റെ വീഡിയോസിൻ്റെ അകത്താണ് ഇന്നലെ നമ്മൾ കണ്ടത്. റിസപ്ഷൻ്റെത് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് ആ മെറിൻ നിൽക്കുന്ന വീഡിയോ പറഞ്ഞിട്ട് ആ ചേട്ടനാണ് കാണിച്ചത്. അതിന് ശേഷമാണ് ഞാൻ ആ റിസപ്ഷൻ വീഡിയോൻ്റെ എടുത്ത് നോക്കിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് മെറീന പോയിട്ടുണ്ട്. പിന്നെ ഒരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ ഞാൻ വെക്കുന്നുണ്ട്. പക്ഷെ മെറീന പോയിട്ടുണ്ട്. മെറീന ഫ്രണ്ട്ലി ആണെന്ന് മെറീന തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിൽ പിന്നെ ഒരു കാര്യമില്ല എന്ന് വെച്ചാൽ, കാരണം എന്താ വെച്ചാൽ ഈ ഷോസ് ഈ ഇൻ്റർവ്യൂ വിഷയം കഴിഞ്ഞതിന് ശേഷവും പേളി മെറീനയും ഫ്രണ്ട്ലി ആണെന്ന് മെറീന തന്നെ ഇന്നലത്തെ ആ ഇൻ്റർവ്യൂ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പേളി വിളിച്ചപ്പോൾ എന്തുകൊണ്ട് കോൾ കട്ട് ചെയ്തു? അതാണ് ഇനി നമുക്കറിയേണ്ടത്. അതാണ് മെറീന പറയേണ്ടത്. കോള് കട്ട് ചെയ്യാൻ പാടില്ല. അവർ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. പിന്നെ ഏറ്റവും വലിയൊരു തെറ്റ് പേളിയാണെന്ന് പറഞ്ഞു, അത് സത്യം തന്നെ. പക്ഷേങ്കിൽ ആ ആങ്കർ ചോദിക്കുന്നുണ്ടല്ലോ പേളിയായിരുന്നു ഈ ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ആളെ പേര് പറയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് അവർ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല എന്നും മെറീന പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. പക്ഷെ മെറീനയ്ക്ക് ആൾക്കാരുടെ മുന്നിൽ, അതായത് പേഴ്സണലി അയാളാന്ന് പറയാൻ താല്പര്യമുണ്ട്. അതായത് ഈ ഇൻ്റർവ്യൂവിൽ പറയാൻ താല്പര്യമില്ല, ആളാന്ന് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. അതാണ് മെറീന പറഞ്ഞത്. പക്ഷെ മെറീന ഇന്നലെ ഈ സംഭവത്തിൽ പേളി പറയുന്നത് കേൾക്കണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. അതെ, അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് കേട്ടിട്ട് ഇനിയിപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പോലെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടാലും മതിയല്ലോ. പേളി എന്നോട് പറഞ്ഞു ഇതായിരുന്നു കാര്യം, എനിക്കറിയില്ലായിരുന്നു, അപ്പോൾ ഇന്ന കാരണം എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടാൽ ഈ പ്രശ്നം തീർന്നു. പക്ഷേ പേളിയുടെ ഭാഗം പേളി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി മെറീനയുടെ ഭാഗമാണ് ക്ലിയർ ചെയ്യാനുള്ളത്. മെറീനയുടെ ഭാഗം മാത്രമല്ല, ചാനലുകാരുടെ ഭാഗം കൂടി ഒന്ന് ക്ലിയർ ചെയ്താൽ നന്നായിരിക്കും. അത് ചാനലുകാരാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ മെറീനയുടെ കാര്യമാണ് പറഞ്ഞത്. കാരണം ഇവർ തമ്മിലുള്ള വിഷയമാണല്ലോ, ചാനലായിട്ടുള്ള പ്രശ്നമല്ലല്ലോ ഇതുള്ളത്. മെറീന ചാനലിനാണല്ലോ ഈ പ്രശ്നം രൂപം കൊള്ളുന്നത്. അത് മെറീന ചാനലിൽ വിളിച്ചിട്ടാണ് ക്ലിയർ ചെയ്യേണ്ടത്. അതെ, ചാനലുകാർ വന്നിട്ട് അത് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചാനലായിട്ടുള്ള പ്രശ്നമല്ല. മെറീനയും പറയുന്നില്ലല്ലോ ഞാൻ ചാനലായിട്ടുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ആ ആങ്കറും എങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ പേളിയുടെ ഭാഗം പറഞ്ഞു. ഇനി മെറീന പേളി എന്നോട് ഇന്ന കാര്യം പറഞ്ഞു, ഇതാണ് കാര്യം, ഇതെനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് മെറീനയും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം സോൾവായി. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം പേളി പോസ്റ്റ് ഇട്ടപ്പോൾ വളരെ സന്തോഷമായി. കാരണം പേളിയുടെ ഭാഗം പേളി ക്ലിയർ ചെയ്തുകൊണ്ട് ഞങ്ങൾക്കും അത് തന്നെയായിരുന്നു വേണ്ടത്. കാരണം പേളി അത് പറയാത്തിടത്തോളം നമ്മളെല്ലാവരും പേളിയെ സംശയിക്കുമായിരുന്നു. ഇപ്പോൾ പേളി സത്യം പറഞ്ഞപ്പോൾ പേളിയുടെ ഭാഗം പൂർണ്ണമായിട്ട് ക്ലിയറായി. ഇനി മെറീനയുടെ ഭാഗം കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് നിലനിർത്തി കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്കപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. നമ്മൾ കാര്യം അറിയാതെ ആരെയും കുറ്റപ്പെടുത്തരുത്. നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കൈവശം തെളിവുണ്ടെങ്കിലോ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇത്രേ പറയാനുള്ളൂ. ഇപ്പോൾ സത്യം പുറത്തു വന്നു. ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് മനസ്സിലായി. ആരുടെ ഭാഗത്താണ് എന്താണ് പറ്റിയതെന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.